ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം പുറപ്പാട് പുസ്തകം 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി പുറപ്പാട് 24 അധ്യായം 12 വാക്യം. പിന്നെ യഹോവ മോശയോട്, നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കുക. ഞാൻ നിനക്ക് കൽപ്പലകകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരും എന്ന് അരുളി ചെയ്തു. ഇസ്രായേൽ ജനത ഈജിപ്തിൽ നിന്നും സീനായ് വരെ യാത്ര ചെയ്യുന്നതും തുടർന്ന് സീനായ് മലയിൽ വെച്ച് ലഭിച്ച ഉടമ്പടിയുടെ വിവരങ്ങളുമാണ് പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത്. മിസ്രയീമിൽ ജനം തകർക്കപ്പെടുകയും മുറിവേൽക്കുകയും നീതിന്യായങ്ങൾ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലൂടെയായിരുന്നു അവർ കടന്നുപോയിരുന്നത്. അങ്ങനെ അസന്മാർഗികതയിലേക്ക് ആണ്ടുപോകുന്ന ഒരു സമൂഹമായിട്ട് അവർ തീരുന്നു. പെട്ടെന്ന് കോപിക്കുന്നവരും ധാർമ്മികത നഷ്ടമായവരുമായി അവർ തീരുന്നു. നേതാവായ മോശയ്ക്ക് നേരെ പീഡന ശ്രമങ്ങളും അവർ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നുണ്ട്. അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ ദോഷകരമായ പ്രവർത്തനങ്ങൾ തടഞ്ഞ് അവർ സന്മാർഗികമായി ഉയർന്ന നിലവാരം പുലർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി അവർക്ക് നിയമസംഹിതകൾ നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവയാണ് നാം ഇന്ന് വായിച്ചതായ ഭാഗത്ത് കാണുന്നത്. ഈ ഭാഗത്തു നിന്നും 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, മുഖപക്ഷമില്ലാതെ നീതി പാലിക്കുക. മോശ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന നിയമങ്ങളെല്ലാം ദൈവം മുമ്പാകെയുള്ള മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യമാണ് പ്രകടമാകുന്നത്. ഓരോ വ്യക്തിക്കും വേണ്ടി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള നിയമങ്ങളാണ് ഇത്. ദാസനെ സ്വതന്ത്രനാക്കുന്ന നിയമം, കുറ്റവാളികൾക്ക് ശിക്ഷ പോലെ തന്നെ ന്യായവും ശിക്ഷയും നൽകുന്ന നിയമങ്ങൾ, അതുപോലെ തന്നെ ഏതൊരാൾക്കും ജീവിക്കുവാനുള്ള അവകാശമുണ്ടെന്ന് സ്പഷ്ടമാക്കുന്ന നിയമം, ഇവയാണ് ആ നിയമസംഹിതയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ നിയമങ്ങളുടെ സഹായം ലഭിക്കേണ്ടത് ഉപദ്രവിക്കപ്പെട്ടവർക്കും അവഗണിക്കപ്പെട്ടവർക്കുമാണ്. ഇവയുടെ എല്ലാം പിൻപിൽ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് അനുഭവിച്ച കഷ്ടതയും പീഡനവും മർദ്ദനങ്ങളും ഒഴിവാക്കുന്നതിനും വേണ്ടിയായിരുന്നു. സമത്വം, സ്വാതന്ത്ര്യം, നീതി, അവകാശങ്ങൾ ഇവ ഒരു മനുഷ്യനും നിഷേധിക്കുവാൻ ആർക്കും അവകാശമില്ല. ഇന്നും ഇത്തരത്തിൽ നീതി നടപ്പിലാക്കുവാൻ നമുക്ക് സാധിക്കുമോ? മനുഷ്യത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ മുഖപക്ഷമില്ലാതെ നീതി നടപ്പിലാക്കുവാൻ നമുക്ക് ഒരുങ്ങാം. രണ്ടാമതായിട്ട്, അപരന്റെ അഭിമാനം ഉറപ്പാക്കുക. കന്യകമാരുടെ സുരക്ഷിതത്വം ഈ നിയമം ഉറപ്പുവരുത്തുന്നു. ആവശ്യം കഴിയുമ്പോൾ സ്ത്രീകളെ വലിച്ചെറിയുന്ന അവസ്ഥയെ ഈ നിയമം ചോദ്യം ചെയ്യുന്നു. അത് പുറപ്പാട് പുസ്തകം 22 അധ്യായം 16-17 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു പുരുഷന്റെ നൈതികവും സാമൂഹികവുമായ ഉത്തരവാദിത്വം എന്താണെന്ന് നമുക്ക് ഇതിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു. സ്ത്രീകളുടെ മാനവും സുരക്ഷയും ദൈവിക നിയമത്തിൽ ഏറ്റവും പ്രധാനമാണ്. ലൈംഗിക ബന്ധം ഉത്തരവാദിത്വത്തോടെയും ബഹുമാനത്തോടെയും കാണണം. മാത്രമല്ല, ഇത്തരം കാര്യങ്ങളോടുള്ള തെറ്റായ ഇടപെടലിന് പ്രതിഫലം ഉണ്ടെന്ന് ഈ നിയമം നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ അപരന്റെ അഭിമാനം ഉറപ്പാക്കുന്നതോടൊപ്പം മനുഷ്യബന്ധങ്ങളിൽ ശുദ്ധത, ഉത്തരവാദിത്വം, നീതി എന്നിവ ഗൗരവമായി കാണേണ്ടതാണെന്ന് ദൈവിക ബന്ധത്തിലൂടെ മോശ ഇവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ ശിക്ഷയും ശിക്ഷണവും ഏതൊരു സമൂഹത്തിൻ്റെയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും ആവശ്യമാണ്. 70 വട്ടം ക്ഷമിക്കണമെന്ന് പഠിപ്പിച്ച കർത്താവിൻ്റെ പാതയിലാണ് നാം സഞ്ചരിക്കേണ്ടത്. ഇത്തരത്തിൽ ധാർമ്മികതയുടെ കാവലാളായി മാറുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിയമങ്ങളും ദൈവവചനവും വായിക്കുന്നവരായി മാത്രം തീരാതെ അവയെ പാലിക്കുവാനുള്ള വിവേകവും ഏകാഗ്രതയും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.